ഹരി ഓം. വൈശാഖമാഹാത്മ്യം. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. പാതുകദാനത്തിൻ്റെ മഹിമ. പമ്പാനദീ തീരത്ത് ശങ്കൻ എന്നു പേരുള്ള ഒരു മുനി വസിച്ചിരുന്നു. വിഷ്ണുഭക്തനും ബുദ്ധിമാനും പണ്ഡിതനുമായ അദ്ദേഹം ഗോദാവരി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുവാൻ യാത്ര ആരംഭിച്ചു. അദ്ദേഹം രാത്രിയായപ്പോൾ ദുർഗമമായ ഒരു കാട്ടിൽ അകപ്പെട്ടു. ഒരു പേരാലിൻ്റെ നിഴലിൽ ഇരുന്നു. അപ്പോൾ അതിഭയങ്കരനായ ഒരു കാട്ടാളൻ മുനിയുടെ സമീപമെത്തി. കാലനെപ്പോലെ വന്നെടുത്ത കാട്ടാണലിൽ നിന്ന് അന്ത്യം സംഭവിക്കുമെന്ന് മുനി വിചാരിച്ചു. ദുഷ്ടനായ കാട്ടാളൻ മുനിയെ കെട്ടിയിട്ടു. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ധനം മുഴുവൻ അപഹരിച്ചു. കുട, ചെരുപ്പ്, വസ്ത്രങ്ങൾ എന്നിവ എടുത്തതിന് ശേഷം മുനിയെ വിട്ടയച്ചു. ഭയത്തോടുകൂടി മുനി യാത്ര ആരംഭിച്ചു. വെയിലിൻ്റെ അസഹ്യമായ ചൂടിനാൽ വാടിത്തളർന്ന് നിന്നും നടന്നും ഓടിയും പോകുന്ന മുനിയെ കണ്ടപ്പോൾ കാട്ടാളൻ ഇങ്ങനെ ചിന്തിച്ചു: ചൂട് സഹിക്കുവാൻ വയ്യാതെ വലയുന്ന ബ്രാഹ്മണന് ഞാൻ ചെരുപ്പ് നൽകും. നല്ലത് വരുന്നെങ്കിൽ വരട്ടെ, നല്ലത് വന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. ഈ വിചാരത്തോടുകൂടി ചെരുപ്പ് കൊടുത്തു. അദ്ദേഹം അത് പാദങ്ങളിൽ ധരിച്ച് കാട്ടാളനെ ഇങ്ങനെ അനുഗ്രഹിച്ചു: എൻ്റെ ദുഃഖം തീർത്തു തന്ന നിനക്ക് ഇനി മേൽക്കുമേൽ നന്മ ഉണ്ടാകും. പണ്ട് ചെയ്ത പുണ്യം കൊണ്ടാണ് നിനക്ക് ഇത് സാധിച്ചത്. വൈശാഖമാസത്തിൽ ബ്രാഹ്മണന് പാതുകം ദാനം ചെയ്താൽ അത് ശ്രേഷ്ഠവും സുഖപ്രദവും ആണ്. ഇതു കേട്ടപ്പോൾ കാട്ടാളൻ ചോദിച്ചു: എനിക്ക് എന്താണ് ഉണ്ടാവുന്നത്? വൈശാഖധർമ്മവും ദാനവും എന്താണ്? വിഷ്ണുവിൻ്റെ പ്രസാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതെല്ലാം എന്നോട് വിശദമായി പറയണം. അപ്പോൾ മുനി വൈശാഖധർമ്മം പറഞ്ഞു. വൈശാഖധർമ്മം പുണ്യമാണ്. എത്രയും പെട്ടെന്ന് ഫലം കിട്ടും. മാധവപ്രീതികരങ്ങളായ ധർമ്മങ്ങൾ ചെയ്യണം. വിഷ്ണുവിന് സന്തോഷം നൽകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ദാനത്തിലും തപസ്സിലും ശ്രേഷ്ഠമാണ്. വൈശാഖത്തിൽ തീർത്ഥജലം പുണ്യമുള്ളതാണ്. വൈശാഖത്തിൽ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾക്ക് മാത്രമേ മാധവൻ്റെ പ്രസാദം പെട്ടെന്ന് ഉണ്ടാകുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഉഗ്രനായ സിംഹം കാട്ടാളനെ വധിക്കുവാൻ പെട്ടെന്ന് അവിടെ എത്തി. അപ്പോൾ തന്നെ ഒരു ആനയും അവിടെ വന്നു ചേർന്നു. അവർ തമ്മിൽ പോരാട്ടം തുടങ്ങി. അവസാനം രണ്ടു മൃഗങ്ങളും തളർന്നു. മഹർഷി പറയുന്ന മാധവമാഹാത്മ്യം ഇരു മൃഗങ്ങളും കേൾക്കാനിടയായി. അത് കേൾക്കാൻ സാധിച്ചതുകൊണ്ട് സമാധാനത്തോടുകൂടി രണ്ട് മൃഗങ്ങളും ശരീരം ഉപേക്ഷിച്ചു. ദിവ്യവേഷത്തോടുകൂടി ദിവ്യവാഹനത്തിൽ കയറി ദിവ്യാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് രണ്ട് ദിവ്യ പുരുഷന്മാർ ദിവ്യകഥകൾ പറയുന്ന മുനിയെ വണങ്ങി പ്രദക്ഷിണം വെച്ചു. അവർ ആരാണെന്ന് അറിയുവാൻ മുനി താൽപ്പര്യം പ്രകടിപ്പിച്ചു. അവർ തങ്ങൾക്ക് ലഭിച്ച ശാപവും മോക്ഷവും അതിന് കാരണവും പറഞ്ഞു കേൾപ്പിച്ചു. ആനയും സിംഹവും ആയി വന്നത് രണ്ട് മുനിപുത്രന്മാർ ആയിരുന്നു. ദന്തിലൻ എന്നും കോലാഹലൻ എന്നും ആയിരുന്നു അവരുടെ അന്നത്തെ നാമധേയം. പിതാവ് വൈശാഖധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ അനുസരിക്കാൻ തയ്യാറായില്ല. വൈശാഖമാസത്തിൽ ദാനകർമ്മം നിർവഹിക്കണമെന്നും വഴി നടന്ന് ക്ഷീണിക്കുന്നവരെ വീശി തളർച്ച മാറ്റണമെന്നും പിതാവ് പറഞ്ഞത് അവർ അവഗണിച്ചു. ഇങ്ങനെയുള്ള സത്കർമ്മം ചെയ്താൽ പിന്നീട് ജന്മം ഉണ്ടാകുകയില്ലെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദന്തിലൻ കോപിച്ചു. കോഹിലൻ അഹങ്കരിച്ചു. അത് മുനിയെ ക്രുദ്ധനാക്കി. അതിൻ്റെ ഫലമായി ദന്തിലനെ സിംഹമാകുവാനും കോഹിലനെ ആനയാകുവാനും മതംഗമുനി ശപിച്ചു. അവർ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ദുഷ്ടമൃഗങ്ങളായി ജനിച്ച് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വൈശാഖമാഹാത്മ്യം കേൾക്കുവാൻ അവസരം ഉണ്ടാകും. അപ്പോൾ ശാപമോക്ഷം ലഭിക്കും. ഇതെല്ലാം കാട്ടാളൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശങ്കമുനി ഇങ്ങനെ ചോദിച്ചു: നിന്റെ മനസ്സിലെ സംശയങ്ങൾ മാറിയോ? വൈശാഖമാസത്തിൽ നീ എനിക്ക് പാതുകം തന്നതുകൊണ്ട് വൈശാഖത്തിൻ്റെ പുണ്യം കേൾക്കുവാൻ സാധിച്ചു. ഇനിയും നിനക്ക് പുണ്യം വർദ്ധിക്കും. കാട്ടാളൻ തൻ്റെ അമ്പും വില്ലും ഉപേക്ഷിച്ചു.
കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടബുദ്ധിയായ എനിക്ക് അങ്ങയുടെ അനുഗ്രഹത്താൽ വൈശാഖമാഹാത്മ്യം കേൾക്കുവാൻ ശ്രദ്ധ ഉണ്ടായത് എൻ്റെ സൗഭാഗ്യമാണ്. താപസശ്രേഷ്ഠ, അങ്ങേക്ക് എന്നോട് പ്രീതി ഉണ്ടാകണമേ. എൻ്റെ സകല പാപങ്ങളും അകന്നു പോകുവാൻ അനുഗ്രഹിക്കണമേ. കാട്ടാളവംശത്തിൽ ജനിച്ചതുകൊണ്ട് അധർമ്മം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ബുദ്ധിയെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങയെ കാണാൻ സാധിച്ചതുകൊണ്ട് പലതും അറിയാൻ കഴിഞ്ഞു. അങ്ങയുടെ സാമീപ്യം കൊണ്ട് അധർമ്മത്തിൽ നിന്ന് പിന്തിരിയാനും മോക്ഷമാർഗം അന്വേഷിക്കുവാനും എനിക്ക് ബുദ്ധി കിട്ടി. ഞാൻ അങ്ങയുടെ ദാസനും ശിഷ്യനുമാണ്. അങ്ങേക്ക് എന്നോട് കൃപ ഉണ്ടാകണമേ. അങ്ങയുടെ പുത്രനെ പോലെ എന്നെ വിചാരിച്ച് പാപം നശിക്കുവാനുള്ള കാര്യം പറഞ്ഞു തരണമേ. ദുഃഖപ്രദമായ ദുർബുദ്ധി എനിക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കണമേ. സജ്ജന സംസർഗം ഉണ്ടായാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ലല്ലോ. സൂര്യനെ കാണുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകാറുണ്ടല്ലോ. അതുപോലെ അങ്ങ് പറഞ്ഞു തരുന്ന നന്മകൾ മനസ്സിലാക്കുവാനും തിന്മകൾ ഇല്ലാതാക്കുവാനും കഴിയണമേ. ദയാനിധേ, മനോമാലിന്യങ്ങൾ മാറ്റിത്തന്ന് എന്നെ പാപമെല്ലാം മാറ്റിത്തരണമേ. ഗുരുവാക്യം അനുസരിച്ചാൽ ഈ സംസാര സമുദ്രം കടന്നു പോകുവാൻ പ്രയാസമില്ലെന്നും ഞാൻ മനസ്സിലാക്കി. കരുണാനിധികളായ സജ്ജനങ്ങൾ ശത്രുവായാലും മിത്രമായാലും സദ്ബുദ്ധി ഉണ്ടാകുവാൻ വേണ്ട സതുപദേശങ്ങൾ നൽകാറുണ്ടല്ലോ. ധർമ്മനാശം വന്നാലും പാപങ്ങൾ ചെയ്താലും പശ്ചാത്താപം ഉണ്ടായാൽ ഗുരു നല്ല ഉപദേശങ്ങൾ നൽകും. ഞാൻ ഇപ്പോൾ അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാൻ ശ്രദ്ധയുള്ളവനാണ്. വേടൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മുനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നാരായണ പ്രീതി കൊണ്ട് ജനങ്ങൾ സംസാര സമുദ്രം കടന്നു പോകുന്നു. നീ വൈശാഖധർമ്മം ചെയ്തുവല്ലോ. അതുകൊണ്ട് ഈ ലോകസുഖവും മോക്ഷവും ലഭിക്കുവാൻ പ്രയാസമില്ല. വെയിലത്ത് നമുക്ക് നിൽക്കണ്ട, തണലുള്ളിടത്ത് ഇരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി കാട്ടാളനെയും കൂട്ടി നടന്നപ്പോൾ ഒരു ജലാശയം കണ്ടു. അവിടുന്ന് ജലമെടുത്ത് ദാഹം തീർത്തു. അതിനുശേഷം വൈശാഖമാഹാത്മ്യം ഏതാനും വാക്കുകളിൽ ചുരുക്കി പറഞ്ഞു: വൈശാഖമാസം വിഷ്ണുദേവന് പ്രിയപ്പെട്ട മാസമാണ്. ഇതിന് തുല്യമായി മറ്റൊന്നില്ല. കാട്ടാളന് അറിയേണ്ടതായ കാര്യങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ മുനി പറഞ്ഞു. ശംഖമുനിയെ തൊഴുതുകൊണ്ട് ധന്യനായ കാട്ടാളൻ ഇങ്ങനെ ചോദിച്ചു: ഞാൻ മൂഢനായി കാട്ടാളവംശത്തിൽ ജനിക്കുവാൻ ഇടയാക്കിയ ധർമ്മം എന്താണ്? എനിക്ക് ദുഷ്കർമ്മം ചെയ്യുവാനുള്ള ബുദ്ധി ഉണ്ടായത് എന്തുകൊണ്ടാണ്? സജ്ജനമായ അങ്ങ് ഗുരുവായി ഭവിക്കുവാനുള്ള കാരണം എന്താണ്? കാട്ടാളൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുനി ഉത്തരം പറയുവാൻ തുടങ്ങി. ദിവ്യദൃഷ്ടിയാൽ അദ്ദേഹത്തിന് കാട്ടാളൻ്റെ പൂർവവൃത്താന്തം അറിയുവാൻ കഴിഞ്ഞു. കാട്ടാളൻ്റെ പൂർവജന്മകഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.